ബാക്ക് ടു ഓട്ടോഗ്രാഫർ മല്ലു. ഞാനിന്നുള്ളത് കോട്ടയം ജില്ലയിലെ പാമ്പാടി ആലാമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗ്രാൻഡ് പാമ്പാടി എന്ന് പറയുന്ന ഒരു ഓട്ടോമൊബൈൽ ഷോപ്പിലാണ്. ഇവിടുത്തെ വാഹനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്റർ വാഹനങ്ങളായിരിക്കും, അതുപോലെ മോഡൽ കൂടിയ വാഹനങ്ങളായിരിക്കും. അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് വാഹനങ്ങളെല്ലാം ഒന്ന് കാണാം. എല്ലാം കാണുമ്പോൾ ആദ്യമായിട്ട് ഇതേ നമ്മുടെ XUV 500 കിടപ്പുണ്ട്, അതുപോലെ തന്നെ കിയയുടെ സെൽറ്റോസ് കിടപ്പുണ്ട്, അതുപോലെ സ്വിഫ്റ്റ് ഡിസയർ കിടപ്പുണ്ട്, പിന്നെ വേറൊരു XUV കിടപ്പുണ്ട്, പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനം ഇവിടെ കിടപ്പുണ്ട്. അത് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര മോശമാണ്. കാരണം ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഈക്കോ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ടൊയോട്ടയുടെ അധികം എല്ലാ ആൾക്കാരും നോക്കി നടക്കുന്ന കൊറോള ഓൾട്ടീസ് കിടപ്പുണ്ട്. അതുപോലെ തന്നെ നെക്സ സിയാസ്, അതായത് സുസുക്കിയുടെ അത്യാവശ്യം നല്ലൊരു റേറ്റിൽ കിട്ടുന്നൊരു കാറാണ് സിയാസ് കിടപ്പുണ്ട്. ഹോണ്ടയുടെ ജാസ് കിടപ്പുണ്ട്. അതുപോലെ കുറേ കാറുകൾ ഇവിടെ കിടപ്പുണ്ട്. ബാക്കി ഒരു 10-15ഓളം കാറുകൾ ഇവരുടെ വേറൊരു ഷോറൂം തൊട്ടടുത്ത് തന്നെയുണ്ട്, അവിടെയും കിടപ്പുണ്ട്. നമ്മളെല്ലാം കൂടെ കൂട്ടി ഒരു 10-30 കാറുകൾ ഈ ഒരൊറ്റ വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിൻ്റെ ഓണറിനെ ഒന്ന് പരിചയപ്പെടാം. മൈക്ക് പിടിച്ച് എന്നാ ഉണ്ട്? ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കച്ചവടം? കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് വാഹനങ്ങളൊന്ന് പരിചയപ്പെട്ടാലോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി കിയയുടെ സെൽറ്റോസ് അല്ലേ? കിയ സെൽറ്റോസ് 2023 ഡിസംബർ വണ്ടി. 2023 ഡിസംബർ, അതായത് ഒരു കൊല്ലം പോലും 6 മാസം ആയില്ല. അതന്നെ 2023 ഡിസംബർ വണ്ടി. ഇത് 1366 ഓൺ റോഡ് വരുന്ന വണ്ടി. 1366 പുതിയതിന് ഓൺ റോഡ് വരുന്ന വണ്ടിക്ക് എത്ര കിലോമീറ്റർ ഓടിയത്? 2050 കിലോമീറ്റർ. 2050, 20,000 അല്ല, വെറും 2050. വെറും 2050. നമുക്കൊന്ന് കാണിച്ചേക്കാം, കാണിച്ചില്ലെങ്കിൽ ആരും വിശ്വസിക്കത്തില്ല. 2050 കിലോമീറ്റർ. ഇതുണ്ടോ ആ താഴെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2044 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പം ഇത് ബേസ് വേരിയന്റ് അല്ലേ? ഇത് HT എന്ന് പറഞ്ഞ വണ്ടിയാണ്, പെട്രോൾ വണ്ടി. സെറ്റ് ചെയ്യാനുള്ള ഇടയൊക്കെ സെറ്റ് ചെയ്യണം. 14,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയ സെറ്റ് സ്പീക്കർ കൂട്ടി ചെയ്യാൻ പറ്റും. അതെ, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്ന സെറ്റ് ചെയ്യാൻ പറ്റും. 14,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റും. അതാണ്. ബാക്ക് അത്യാവശ്യം ഇട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാഴ്സൽ ട്രെയിൻ ചെയ്തൊരു സെറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പുത്തൻ വണ്ടി പോലെ ഇറങ്ങിയിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടുണ്ടല്ലോ, ഇത് എക്സ്ട്രാ ചെയ്താണ്. അതൊക്കെ കമ്പനി വരുന്ന, ഇതെല്ലാം കമ്പനി വരുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളും കമ്പനി വരുന്നതാണ്. ഓക്കെ. അപ്പം ഇതിന്റെ കാര്യം പറയുമ്പോൾ എത്ര രൂപ ചോദിക്കും? നമ്മൾ 1366 2 ലക്ഷം രൂപ കുറച്ച് കൊടുക്കാം. 2000 കിലോമീറ്റർ 2 ലക്ഷം രൂപ. അതെ, ഒരു 1000 കിലോമീറ്ററിന് 1 ലക്ഷം രൂപ കുറച്ച്. നിങ്ങളുടെ വീഡിയോ വന്നിച്ച് വരുന്നവർക്ക് നമുക്ക് ന്യായമായിട്ട് എന്തിനോട് വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ഒരു അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പം ഒരു ഫൈനൽ വില എന്ന് പറഞ്ഞാൽ എന്നാലും അല്ല, നമുക്ക് 2 ലക്ഷം രൂപ കുറച്ച് കൊടുത്താൽ പോരെ? 2000 കിലോമീറ്റർ കുറച്ച് കൊടുക്ക്. 2000 കിലോമീറ്റർ ഓടിപ്പോൾ 2 ലക്ഷം രൂപ കുറച്ച് കൊടുത്താൽ പോരെ? 44 കിലോമീറ്ററിന് 44 രൂപ കുറയ്ക്കുന്നു. ഇതാണ് വണ്ടി കേട്ടോ. വണ്ടി അതാണ്. ആരെങ്കിലും കിയ സെൽറ്റോസ് പുതിയത് നോക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ പോരും അല്ലേ? തീർച്ചയായിട്ടും. വലിയ വെയിറ്റിംഗ് ഒന്നുമില്ല, നേരെ ലോൺ കയറല്ലേ? ലോൺ ഉണ്ടായിരുന്നു, ക്ലോസ് ചെയ്താണ്. ലോൺ കയറുമല്ലേ ഇതിന്? പിന്നെ ലോൺ കയറും. ഫുൾ ലോൺ കയറുമോ? ഫുള്ള് കയറുകയല്ല, ഒരു 10-10 രൂപ മേടിക്കാം. 10 രൂപ മേടിക്കാം. ഓക്കെ. അപ്പോൾ 1 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് കാണിച്ചാലോ? ഇത് ഡിസയർ 8000 കിലോമീറ്റർ ഓടി. 2023 ഡിസംബർ വണ്ടിയാണ്. എല്ലാ ഡിസംബറിൽ 2023 ഡിസംബർ 8000 കിലോമീറ്റർ മാത്രം ഓടിയ സ്വിഫ്റ്റ് ഡിസയർ ആണ്. 2023 ഓണർ എത്ര? ഫസ്റ്റ് അല്ലേ? 8000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ഇത് ഏതാ ഓപ്ഷൻ? ഇത് VXI. ഓക്കെ. അപ്പം ക്യാമറ ഇല്ല, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? ലെതർ അതെ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കിലോമീറ്റർ 8768 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതായത് 2023 ഡിസംബറിൽ ഇറങ്ങിയ 6 മാസം കഴിഞ്ഞേ ഉള്ളൂ ഇപ്പം. അതെ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവേഴ്സ് ക്യാമറ ഒരു 10-16,000 രൂപ. റിവേഴ്സിൽ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നോക്കട്ടെ, സെൻസർ കാണുമായിരിക്കും അല്ലേ? റിവേഴ്സ് നോക്കട്ടെ. റിവേഴ്സ് സെൻസർ ആവുള്ള, ക്യാമറ ഇല്ല. അതും കൂടെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും സെറ്റാ അല്ലേ? വേറെ ഒന്നും ചെയ്യേണ്ട, നല്ല നീറ്റ് വൈറ്റ് വണ്ടിയാണ്. കാഞ്ഞിരപ്പള്ളി രജിസ്ട്രേഷൻ വണ്ടിയാണ്. എത്ര അതിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ഇതാകുമ്പോൾ 8 രൂപയ്ക്ക് തരാം. 8 രൂപ. 887 ആവും വണ്ടി. 887 ആവും. 868 പ്ലസ് എങ്ങനെയാണ് 10 രൂപയുടെ എക്സ്ട്രാ വരുമ്പോൾ 887 ആവും. നമുക്ക് 8 രൂപയ്ക്ക് കൊടുക്കും. 8000 കിലോമീറ്റർ കൊടുക്കും. ഓക്കെ. 8000 കിലോമീറ്റർ 8 രൂപ. മാരുതിയുടെ വണ്ടിയാണ്, അതുകൂടെ ഓർക്കണം. അതെ, ആരെങ്കിലും പുത്തൻ എടുക്കാൻ നിൽപ്പുണ്ടെങ്കിൽ 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഷോപ്പിൽ ഒരു 2017 ഡിസംബർ വണ്ടിയും കിടപ്പുണ്ട്. അതെ, ഇതും VXI തന്നെ. അത് 29 കിലോമീറ്റർ ഓടിയുള്ളൂ. അത് ഞാൻ 4 ടയറും പുത്തനെ കിട്ടി. 4 ടയറും പുത്തനായി. ഇതിന് പിന്നെ പറയേണ്ട കാര്യമില്ല. 8000 കിലോമീറ്റർ ഓടി. 8000 കിലോമീറ്റർ ഓടിയ വണ്ടിയല്ലേ? പിന്നെ ഇത്രയും വണ്ടി അല്ല കേട്ടോ, നമുക്കൊരു 10 എത്ര വണ്ടി കാണും ഇവിടെ? വണ്ടി ഇഷ്ടം പോലെ കാണും. അപ്പോൾ അതും കൂടെ കൂട്ടിയേ നമ്മൾ കാണിക്കുള്ളൂ. അപ്പോൾ ഈ ഇറങ്ങി വരുന്നതിൻ്റെ കാര്യം പറഞ്ഞോ സാധനം ചേട്ടാ? ഇത് 2018 വണ്ടിയാണ്. 2018 XUV 500 ആണ് വണ്ടി.
3000 കിലോമീറ്റർ ഓടി. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഏതാ വേരിയന്റ്? ഇത് W5 ആണ്. W5 അല്ലേ? W5 ആണ്. ന്യൂ ഷേപ്പ് ആണ്. അതായത് അലോയ് വീൽ വരത്തില്ല, ബാക്കിയെല്ലാം അലോയ് വീൽ വരത്തില്ല, ബാക്കിയെല്ലാം ഉണ്ട്. സൺറൂഫും വരത്തില്ല. സൺറൂഫും വരത്തില്ല. അത് W10 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് കണ്ടേക്കാം. ഇന്റീരിയറും കാര്യങ്ങളും എല്ലാം. ഹലോ, ഒന്ന് കണ്ടോട്ടെ. ബാക്കി സെറ്റ് കാര്യങ്ങൾ. റിവേഴ്സ് ക്യാമറ ഉണ്ടോ അതിന്? സെറ്റ് എല്ലാം ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഇവിടെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇപ്പം മാനുവൽ വണ്ടിയാണ്. ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആകപ്പാടെ കുറവെന്ന് പറയാനായിട്ട് അലോയ് വീലിൻ്റെ കുറവും സൺറൂഫിൻ്റെ കുറവേ ഉള്ളൂ. ബാക്കിയൊന്നുമില്ല. അത് രണ്ടും നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളുമാണ്. വണ്ടി ക്വാളിറ്റിയാണ്, ടച്ചിങ് ഇല്ലാത്ത വണ്ടിയാണ്. നമ്മുടെ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടച്ചിങ് ആ ഒരു വണ്ടി എടുക്കൽ, ടച്ചിങ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഉള്ള ഒരു വണ്ടി എടുക്കുക. അതെ, കോട്ടയം മെയിനായിട്ടും കോട്ടയത്ത് നിന്നുള്ള വണ്ടികളെ ഇവിടെ തന്നെയുള്ള വണ്ടികളാണ്. പാലാ, കാഞ്ഞിരപ്പള്ളി, കോട്ടയം. പാർട്ടിയുടെ കൈ കണ്ട് പോയേ മേടിക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മൾ ഓടിക്കൊണ്ടിരുന്ന വണ്ടി പിടിക്കുക. ഓക്കെ, ഇത് അന്ന് ഷോറൂം എത്ര വില ഉണ്ടായിരുന്നു? അന്ന് ഷോറൂമിൽ ഏകദേശം കറക്റ്റ് എനിക്കറിയത്തില്ല, എന്നാലും 13 മുകളിൽ വിലയുള്ള. 13 മുകളിൽ വിലയുള്ള. അപ്പോൾ ഇന്ന് എത്രയ്ക്കാണ് ഇത് കൊടുക്കുന്നത്? ഇത് നമ്മൾ ന്യായമായിട്ട് വന്ന് ചെയ്യാം. വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ന്യായമായിട്ട് ചെയ്ത് ന്യായമായിട്ട്, അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് ന്യായമായിട്ട് ചെയ്ത് കൊടുക്കാം. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. പിന്നെ ക്രോമിയം ഗാർണിഷ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ലോ കിലോമീറ്റർ വണ്ടി. തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. അതിനൊന്നും വരത്തില്ല. തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ക്ലീനാണ്, നീറ്റ് വണ്ടിയാണ്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ഡീൽ നടക്കുന്നതായിരിക്കും. ഇതന്നെ പറ്റി മാരുതിയുടെ ഷോറൂം ഇങ്ങോട്ട് മാറ്റിയെന്ന് തോന്നുന്നു. മാരുതിയുടെ പുത്തൻ വണ്ടിയാണ്. ഒരു രജിസ്റ്റേർഡ് വണ്ടിയാണ്. നമ്മളെ ഷോറൂമിൽ നമ്മൾ എടുത്തുകൊണ്ട് വരിക. എന്ന് വെച്ചാൽ ഇതൊരു അമേരിക്കക്കാരൻ, ഒരു അച്ചായി ഇതുപോലെ ഒരു പാർട്ടിക്ക്, ഒരു ചാരിറ്റിക്കാർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് മേടിച്ചു കൊടുക്കുക. ബുക്ക് ചെയ്താ പുള്ളി. അപ്പം ബുക്ക് ചെയ്തപ്പോഴത്തേനും പുള്ളിക്കാരൻ ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ വണ്ടി ഒരെണ്ണം നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നേക്കാന്ന്. എന്നാലും അവർ രണ്ട് കമ്മിറ്റി കൂടിയപ്പം പറഞ്ഞു, ഈ പുള്ളിക്കാരൻ ഇത്ര ബോഡിയുള്ളതല്ലേ, പുള്ളിക്ക് ഒരു ആംബുലൻസ് മേടിച്ച് തന്നാൽ പോരായിരുന്നു ചോദിച്ചു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമുക്ക് ഷോറൂമിൽ ഓടിച്ചോണ്ട് വന്നപ്പോൾ ഇപ്പം 344 കിലോമീറ്റർ ഓടി. 344.9 കിലോമീറ്റർ ആണ് ആ വണ്ടി ഓടിയിട്ടുള്ളത്. അതാണ് സീറ്റ് കവർ പോലും പൊട്ടിക്കാത്ത വണ്ടിയാണ്. എല്ലാം ഉള്ള വണ്ടി. പുതിയ, അതായത് തനിപ്പുത്തം മാരുതി എക്കോ ആണ്. 5 സീറ്റർ അല്ലേ? 5 സീറ്റർ. അത്യാവശ്യം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മാനുവൽ വണ്ടിയാണ്. പെട്രോള് മാനുവലേ ഉള്ളൂ. അതെ. അപ്പം എത്ര രൂപയ്ക്കാ ഷോറൂമിൽ? ഇത് എത്ര രൂപയ്ക്കാ? ഈ വണ്ടി 686 ആയ വണ്ടിയാണ്. 686. 300 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 300 കിലോമീറ്റർ നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് പോകുന്നു. ഇപ്പം 300 കിലോമീറ്റർ ആ പാടെ ഓടിയിട്ടുണ്ട്. അപ്പോൾ എത്ര രൂപ ഇതിന് ചോദിക്കുന്നത്? അത് രജിസ്ട്രേഷനും ഫാൻസി നമ്പറാണ്. ഫാൻസി നമ്പറും കാര്യങ്ങളും രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് 6 രൂപയ്ക്ക് കൊടുത്തേക്കാം. 6 രൂപയ്ക്ക്, അതായത് 86 രൂപ 300 കിലോമീറ്ററിന് 86 രൂപ. വണ്ടി വില ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഏറ്റവും ബേസ് വണ്ടിയുടെ വിലയെ അവർ പറയുള്ളൂ. 6 ഇക്കോ ഇതിൻ്റെ കാർഗോ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. 656 ഇതിൻ്റെ ഇക്കോ സ്റ്റാർ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അതല്ല, ഇത് ഏറ്റവും ടോപ്പാണ്. ഇക്കോയുടെ സ്റ്റിക്കർ ഇല്ലാത്ത വണ്ടി. അതുകൊണ്ടാണ് ഈ ഒരു വണ്ടി ഇങ്ങനെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ 6 രൂപയ്ക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന വണ്ടി. ഷോറൂമിൽ, അതായത് മാരുതി പോകേണ്ട, നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടാക്സി, ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അടച്ച വണ്ടി. സെക്കൻഡ് ഓണർ ആണ്. എടുക്കുന്ന ആള് സെക്കൻഡ് ഓണർ ആണ്. പക്ഷേ കിലോമീറ്റർ ജെനുവിൻ ആണ്. 300 കിലോമീറ്റർ ഉള്ളൂ. പ്ലാസ്റ്റിക് ഒന്നും പൊട്ടിച്ചിട്ട് പോലുമില്ല. എല്ലാ വാറണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള എക്കോയാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വരിക, വാങ്ങിക്കാം അല്ലേ? ലോൺ കയറുമോ? പിന്നെ എത്ര രൂപ? 6 രൂപയും കയറും. അതായത് ഫുൾ ലോണിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു എക്കോയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ടൊയോട്ട കൊറോള ആൾട്ടിസ്. ഇത് 2015 ലാസ്റ്റ് വണ്ടി. 15 ലാസ്റ്റ്, അതായത് ഇറങ്ങി നിർത്തിയ ആ ഒരു മോഡൽ ഇറങ്ങിയപ്പോഴത്തെ വണ്ടി. ഓക്കെ. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡീസൽ വണ്ടിയിൽ 50,000 കിലോമീറ്റർ ഓടി. 50,000 കിലോമീറ്റർ ഓടി. 50,000 കിലോമീറ്റർ ഓടി. സർവീസ് എല്ലാം ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പക്ഷേ പേര് മാറാതെ RC ബുക്ക് തരത്തില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു പാർട്ടിയുടെ പേരിലോട്ട് പേര് മാറിയാണ് ബുക്ക് തന്നത്. ബുക്ക് ഇപ്പം കിട്ടിയതേ ഉള്ളൂ. എക്സ്ട്രാ അലോയ്സും എല്ലാം പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം. ഡീസൽ വണ്ടിയാകുമ്പോൾ നല്ലൊരു ടയറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത്. അപ്പം ഇന്റീരിയറിലോട്ട് വരുമ്പം സെറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഇത് ജെ ആണ് വണ്ടി. ജെ ഡീസൽ. പക്ഷെ കൊണ്ടു നടക്കുന്നവർക്ക് സുഖമായിട്ട് നല്ല ലക്ഷറി വണ്ടി. ലോ കിലോമീറ്റർ ആണ്. 50,522 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. നല്ല ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ടോപ്പ് എൻഡിലോട്ട് മാറ്റിയ ആ ടോപ്പ് എൻഡ് തന്നെ. അതിന്റെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അലോയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി ടച്ചിങ് ഇല്ലാത്തൊരു വണ്ടിയാണ്. അതെ. അപ്പം ഇത് എത്ര രൂപ ചോദിക്കുന്നത്? ഫാൻസി നമ്പറും ഉണ്ടല്ലേ? നമ്മൾ 10 രൂപ ചോദിക്കും. 10 രൂപ അല്ലേ? 10 രൂപ ചോദിക്കും. ഇതിന് ഷോറൂമിൽ ഇറങ്ങി വന്നപ്പോൾ എത്ര രൂപ ഏകദേശം വില ഉണ്ടായിരുന്നു? അന്ന് നല്ല വിലയുള്ള 20 സംതിങ് ആണ്ടില്ല. ഇപ്പൊ ടോപ്പൻ ആയിക്കുള്ള ടോപ്പൻ 20 രൂപ മുകളിൽ. 20 രൂപ മുകളിൽ.
ഇപ്പോൾ ഇത് നല്ലൊരു ക്ലാസ് വണ്ടിയാണ്, കൊണ്ടു നടക്കുന്ന ലോ കിലോമീറ്റർ ആണ്. ടൊയോട്ടയുടെ ഒറിജിനൽ കേരള അല്ലേ? ഒറിജിനൽ കേരള വണ്ടി എടുക്കുള്ളൂ, പിന്നല്ല ഒറിജിനൽ കേരള വണ്ടി എടുക്കുള്ളൂ. ഈ വണ്ടി നമ്മൾ എടുക്കുകയില്ല. അപ്പം 10,000 രൂപയ്ക്ക് ഒരു ടൊയോട്ട കൊറോള ഓൾട്ടീസ് എല്ലാ സാധനവും ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ലാത്തൊരു വണ്ടിയാണ്. 50,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് പോവാം. ഇത് SUV ആണ്. ഇത് 2014 ലാസ്റ്റ് വണ്ടി. 2014 ലാസ്റ്റ് XUV 500 വണ്ടി. അപ്പോൾ 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനി സർവീസ് ആണ്. ഇപ്പോൾ 4 പുത്തൻ ടയർ നമ്മൾ ഇട്ടതാണ്. ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തത് മാത്രമേ ഉള്ളൂ ഞാൻ എടുത്തിട്ട്. 4 പുത്തൻ ടയറും ഉണ്ട്. 4 പുത്തൻ ടയർ. അത് ടച്ചിങ് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഓക്കെ. വണ്ടി അതുപോലെ ക്വാളിറ്റി ഒരു വണ്ടിയാണ്. പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എല്ലാം പുത്തൻ ടയർ ആണ്. W8 ആണ്. W8 ടോപ്പ് എൻഡാ, ഏറ്റവും ടോപ്പ് എൻഡാ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അന്ന് ടോപ്പ് എൻഡ് സൺറൂഫ് ഇല്ലല്ലേ? അല്ല, സൺറൂഫ് അന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ള ടോപ്പ് എൻഡ്. സൺറൂഫ് വരുള്ളൂ. ഇന്റീരിയറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ ക്വാളിറ്റിയാണ് വണ്ടി. ഇതുണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. കുട തന്നെ ഫ്രീ കൊടുക്കാൻ വെച്ചേക്കുന്നത്. അത് അവിടെ മാറിയതാണ്. അങ്ങനെ വണ്ടി അത്ര വണ്ടി അല്ലേ? ഇത് 2015 പുള്ളി എടുത്തതാണ്. 7,000 കിലോമീറ്റർ. അതായത് 14 വണ്ടി 15 രജിസ്ട്രേഷൻ. അല്ല, 14 പാലക്കാരൻ എടുത്തു. സെക്കൻഡ് ഓണർ കാഞ്ഞിരപ്പള്ളിക്കാരൻ. പുള്ളിക്കാരൻ 7,000 കിലോമീറ്റർ ഓടി ഇപ്പോൾ എടുത്തതാണ്. ഓക്കെ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. പക്ഷെ വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത്? 1 കിലോമീറ്റർ നമ്മൾ 7,300 ചോദിക്കുന്നു. 7,300. ഓക്കെ. അപ്പം EMI ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 1.5 രൂപ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം. 1.5 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കാം. അപ്പം ഒരു എത്ര കൊല്ലത്തേക്കുള്ള EMI കിട്ടും? അത് 5 കൊല്ലം കൊടുക്കാം. 5 കൊല്ലം. ഓക്കെ. അപ്പോൾ 5 കൊല്ലം ലോണിൽ നല്ലൊരു വർത്തായിട്ടുള്ള വണ്ടിയാണ്. അതായത് 4 പുത്തൻ ടയറുണ്ട്, കാര്യങ്ങളുണ്ട്. 50 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇന്റീരിയറൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. അന്നത്തെ ടോപ്പ് എൻഡ് ആണ്. എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വലിയ നഷ്ടമൊന്നുമില്ല. തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകും. ഹോണ്ട ജാസ്. ഇത് ഹോണ്ട ജാസ് 2016 ലാസ്റ്റ് വണ്ടി. 2016 ലാസ്റ്റാണ്. 16 ലാസ്റ്റ് സിംഗിൾ ഓണർ. 30,000 കിലോമീറ്റർ ഓടി. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് വേരിയന്റ് SV എന്ന് പറഞ്ഞ വേരിയന്റ്. SV. അതായത് മിഡ് അല്ലേ? മിഡ് വേരിയന്റ് വണ്ടി. ഇത് കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണല്ലോ? ജെനുവിൻ ആണ്. വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. സൗണ്ട് പോലും അറിയുന്നില്ല. ഇന്റീരിയർ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മാനുവൽ വണ്ടിയാണ്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഹോണ്ട ജാസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എത്ര രൂപ അതിന് ചോദിക്കുന്നത്? ഇതാകുമ്പോൾ ഒരു 5,500 കൊടുത്തേ. 5,500 കൊടുത്തേ. ഓക്കെ. അപ്പം 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതാണ് അല്ലേ സ്റ്റാർട്ടിംഗ് ആണ് വണ്ടി. ഇതാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അല്ല, നീറ്റായിട്ടുള്ള എഞ്ചിനാണ്. വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ സൗണ്ട് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നീറ്റായിട്ടുള്ളൊരു എഞ്ചിൻ്റെയാണ്. 2016-ൻ്റെതായിട്ടുള്ളൊരു അല്ലേ? വണ്ടി ലോ കിലോമീറ്റർ 30 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇതിന് ലോൺ കയറുമോ? ലോൺ കയറും. എത്ര രൂപ വരെ കയറും? നമ്മുടെ വണ്ടിക്ക് എല്ലാം ലോൺ കയറും. എത്ര രൂപ എടുക്കാൻ വരുന്നതിൻ്റെ ഒരു 1.5 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ, 1.5 ലക്ഷം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ വണ്ടികളും ഇറക്കി വിടാം. ആ ഈക്കോ എടുക്കാൻ വരുന്നതിൻ്റെ ഒറ്റ പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇറക്കി വിടാം. ഓക്കെ. അതൊക്കെയാണ്. അപ്പം ഒരു 5 കൊല്ലത്തേക്ക് ലോൺ കയറും അല്ലേ? സുഖമായിട്ട് 5 വർഷം ലോൺ കിട്ടും. ഇത് സ്വിഫ്റ്റ് VXi 2016 ലാസ്റ്റ്. 2016 ലാസ്റ്റ് സ്വിഫ്റ്റ് സിംഗിൾ ഓണർ ഉണ്ട്. സിംഗിൾ ഓണർ അല്ലേ? 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 20,000 അല്ലേ? ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസ്. ഇന്റീരിയർ ഒന്നും ഉണ്ടല്ലോ? പിന്നെ കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ളതാണ്. അഡീഷണൽ റിവേഴ്സ് ക്യാമറ സംഭവം എല്ലാം, സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. നല്ല നീറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ഇന്റീരിയറിൻ്റെ കാര്യം. കിലോമീറ്റർ നമുക്ക് 22,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. വേറെ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ സംഭവം ഒന്നുമില്ല. വണ്ടി അലോയ് വീൽസ് വന്നിട്ടില്ല അല്ലേ? ഏതാ ഇത് VXi അല്ലേ? അപ്പോൾ എത്ര രൂപ ചോദിക്കുന്നതിന്? ഇതാകുമ്പോഴത്തേക്ക് 5.30 കുറയല്ലേ? പിന്നെ ചെറിയ വ്യത്യാസം. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് അത്യാവശ്യം ഉണ്ടാകുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ചെറിയ വ്യത്യാസം. സബ്സ്ക്രൈബ് ചെയ്ത് ഇവരെ കാണിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത വണ്ടി 2017 ലാസ്റ്റ് റിറ്റ്സ്. 2017 റിറ്റ്സ് ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടി? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40,000 കിലോമീറ്റർ. അഡീഷണൽ അതിൽ അലോയ് വീല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ, എക്സ്പ്ലോഡിന്റെ സ്റ്റീരിയോ വണ്ടി ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റിറ്റ്സ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, ട്രാഫിക്കിൽ കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടിയാണ്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവിധ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എത്ര രൂപ ഇതിന് ചോദിക്കുന്നത്? റിറ്റ്സ് ആകുമ്പോഴത്തേക്ക് 465. ചോദ്യം നമ്മുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ടും ഉണ്ട്. ഉറപ്പായിട്ടുണ്ട്. ഫിനാൻസും ചെയ്യാം, ലോണും ചെയ്യാൻ വേണ്ടി. എത്ര രൂപ വരെ ലോൺ കയറും? ഒരു 3,000 രൂപ
റേഞ്ച് 3.5 രൂപ റേഞ്ചിൽ ലോൺ കിട്ടും. ഒരു 1 രൂപ കയ്യിലുണ്ടെങ്കിൽ ഇറക്കാം. ഡിസയർ, സ്വിഫ്റ്റ് ഡിസയർ ഏതാ മോഡല്? 2017 മോഡൽ, 18 രജിസ്ട്രേഷൻ. VXi അല്ലേ? VXi സിംഗിൾ ഓണർ വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 29,000 കിലോമീറ്റർ. ഇപ്പം ടയർ നമ്മുടെ കിട്ടിയപ്പോൾ കുറവായിരുന്നു. അപ്പം നമ്മൾ 4 ടയർ ഇപ്പോൾ 4 പുത്തൻ ടയർ മേടിച്ചിട്ടുണ്ട്. 2017 17 വണ്ടി, 18 രജിസ്ട്രേഷൻ, 18 കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടി. 29 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര രൂപ ഇതിന് ചോദ്യം? നമുക്ക് ഇതാകുമ്പോഴത്തേക്ക് ഒരു 5,85,000 രൂപ. അപ്പോൾ എത്ര രൂപ ലോൺ കയറുമായിരിക്കും വണ്ടിക്ക്? ഈ വണ്ടിക്കൊരു 4,500 രൂപ. 4,500 രൂപ ആ റേഞ്ച്. അതായത് നമ്മൾ അവിടെ കണ്ട ആ ഒരു VXiയുടെ സെയിം സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. പിന്നെ മാനുവലാണ് വണ്ടി. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഇൻബിൽഡ് ആണ്, കമ്പനി വരുന്ന. ആ, വേണമെങ്കിൽ നിങ്ങൾക്ക് റിവേഴ്സ് ക്യാമറ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ക്രോമിയം ഗ്രില്ല് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2017 ഇറ്റിയോസ്. 2017 ഇറ്റിയോസ് VD ഡീസൽ. VD ഡീസൽ വണ്ടി, സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിക്കാം? 75,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. കമ്പനി സർവീസ് നിൽക്കുന്ന വണ്ടി. 4 ടയറും പുതിയതാണ്. 4 ടയർ പുതിയ. അലോയ് വീൽ ഇല്ല, നോർമൽ VDയുടെ. അതായത് നമുക്കിനി ഇന്റീരിയർ കണ്ട് നോക്കുമ്പോൾ ഇന്റീരിയറിൽ സാധാരണ ഒരു ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4 പവർ വിൻഡോ, ABS, എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എത്രയാണ് ടൊയോട്ട ഇറ്റിയോസിന് ചോദിക്കുന്നത്? ഇതാകുമ്പോഴത്തേക്ക് നമുക്കൊരു 7,55. 7,55. ലോൺ മേടിക്കാവേ. എത്ര രൂപ വരെ? ലോൺ ഒരു 6 രൂപയ്ക്ക് എടുത്ത് മേടിക്കാം. 6 രൂപയ്ക്ക് എടുത്ത്. അപ്പോൾ ഒരു 1.5 രൂപ നമുക്കൊരു ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി. ഇത് 2017 സെലേറിയോ ZXi ആണ്. ZXi മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? മാനുവൽ വണ്ടി. 29,000 കിലോമീറ്റർ. പെട്രോൾ 29,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. 29,000 ഉള്ളൂ. 2 ടയർ ഇപ്പോൾ പുത്തൻ ഇട്ടിട്ടുണ്ട്. 2 പുത്തൻ ടയർ ഇട്ടിട്ടുണ്ട്. പിന്നെ കമ്പനി സർവീസ്, ഓക്കെ, സർവീസ് ബുക്ക്, സ്പെയർ, എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇതാണ് വാഹനത്തിന്റെ ഇന്റീരിയർ. ഒരു ബ്ലാക്ക് ആൻഡ് അന്ന് വന്നേക്കുന്നതാണ്. സീറ്റ് അവർ ചെയ്തിട്ടില്ല. അതെ, സീറ്റ് കവറും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫാബ്രിക് സീറ്റാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ, ബ്ലൂടൂത്ത് ഇതെല്ലാം വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾ ഉണ്ട്. നമ്മുടെ മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാം കൊണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു വാഹനം കിടക്കുന്നത്. പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എത്ര രൂപയാണ് ചോദിക്കുന്നത്? ഇതാകുമ്പോഴത്തേക്ക് ഒരു 3,95. 3,95. നമ്മുടെ കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് കാണും. ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ മഹീന്ദ്ര താർ ഒരെണ്ണം കിടപ്പുണ്ട്. ഇത് 2011 മോഡലാണ്. 11. ഇത് DI CRDI അല്ല, CRDIയിലോട്ട് അവർ കൺവേർട്ട് ചെയ്തേക്കുന്ന. ഇതിനകത്ത് ഒരുപാട് ആക്സസറീസ് കുറേ ചെയ്തിട്ടുണ്ടല്ലേ? ഇതിനകത്ത് പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, AC ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ മെറ്റൽ ബമ്പർ അല്ലേ? പിന്നെ ഹാർഡ് ടോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹാർഡ് ടോപ്പ് ആക്കിയിട്ടുണ്ട് വണ്ടി. സ്നോർക്കൽ വർക്കിംഗ് ആണ്. സ്നോർക്കൽ വർക്കിംഗ് ആയിട്ടുള്ള സ്നോർക്കലാണ്. ടയർ അപ്സൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 വീലർ അല്ലേ? ഇത് 2 വീലാണ് വണ്ടി. 2 വീൽ DI. അഡീഷണൽ സീറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് സീറ്റാണ് ബാക്കിൽ വരുന്നത്. കാണാമെന്ന് വിശ്വസിക്കുന്നു. വെട്ടത്തിന്റെ ചെറിയൊരു കുറവുണ്ട്. അപ്പം AC അഡീഷണൽ ചെയ്തതാണ്. മറ്റേ പഴയ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡ് തന്നെ. AC അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് ചെയ്തിട്ടുണ്ട്. ബൊലേറോയുടെ സ്റ്റിയറിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ടയർ എല്ലാം ഉണ്ടല്ലോ, കാണിക്കേണ്ട കാര്യമില്ല. സ്റ്റെപ്പിന് തൊട്ടിട്ടില്ല. ബാക്കിലെ ബമ്പർ മാറിയിട്ടുണ്ട്. ബാക്കിലെ ബമ്പർ മാറി, മെറ്റൽ ബമ്പർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഓപ്പണിംഗ് ഒക്കെ എങ്ങനെ വരുന്നത്? ഇപ്പോഴത്തെ താറിന്റെ പോലെ ഇത് ഫുൾ ഡോർ ആയിട്ടല്ലേ? ഓക്കെ, ഇതാണ് ഇതിന്റെ ഇന്റീരിയർ ഭാഗങ്ങൾ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്നൊരു വണ്ടിയാണ്. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്ര രൂപയാണ് ചോദിക്കുന്നത്? ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഇത് പാർക്ക് ആൻഡ് സെയിൽ പുള്ളിന്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടിയാണ്. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. പുള്ളിയുടെ ഫ്രണ്ടിന്റെ വണ്ടിയാണ്. അപ്പോൾ ഇത് പാർട്ടി ആസ്ക് ചെയ്യുന്ന വില 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ പാർട്ടി ആസ്ക് ചെയ്യുന്നത്. ഞാനായിട്ടുള്ള ഫിറ്റിംഗ്സ് കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടുപ്പിച്ച്. 2 മേപ്പൊക്കം വരും. ഹാർഡ് ടോപ്പും എല്ലാം കൂടെ വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്. ടോപ്പിൽ ഇത് ബാറിൽ ഇനി ഇതൊന്നും ചെയ്യാനില്ല. മറ്റേ ഹമ്മറിന്റെ ലൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാ സംഭവം വർക്കിംഗ് ആണ്. എല്ലാ സാധനവും വന്നിട്ടുണ്ട് അല്ലേ? അപ്പം 5 ചോദിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ് വ്യത്യാസം വരും. ഓക്കെ, കസ്റ്റമർ വണ്ടി ആയതുകൊണ്ട് കുറയും. അവരോട് നേരിട്ട് സംസാരിച്ചാലേ. ഓക്കെ, ലോൺ കയറും ഇതിന്? 11 പാടാ കയറില്ല. ഇനി അഥവാ കയറുകയാണെങ്കിൽ തന്നെ ചെറിയ എമൗണ്ടേ കയറുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ഹോണ്ട WRV അല്ലേ? 2016 ലാസ്റ്റ് WRV ആണ്. 2016 ലാസ്റ്റ്. രജിസ്ട്രേഷൻ 16 തന്നെയല്ലേ? രജിസ്ട്രേഷൻ 16 തന്നെ. 17 ആദ്യം ചെയ്തേക്കുന്നേ ഉള്ളൂ. ഓക്കെ. സെക്കൻഡ് ഓണർ വണ്ടി. 60,000 കിലോമീറ്റർ. നല്ലൊരു കളർ. 60,000 കിലോമീറ്റർ. VX ആണ്. സൺറൂഫ് വരുന്നുണ്ട്. അലോയ് വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺറൂഫും വരുന്നുണ്ട്. മാനുവൽ പെട്രോൾ വണ്ടിയാണ്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റായിട്ട് ഫാബ്രിക് സീറ്റ്സ് ആണ് വരുന്നത്. സൺറൂഫ് വരുന്നുണ്ട്, കണ്ടല്ലോ. അപ്പോൾ മാനുവൽ വണ്ടിയാണ്. സെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടോപ്പ് ആണോ ഇത്? VX ടോപ്പ് വരുന്നുണ്ട്. അപ്പം ഇതിന് എത്ര ആസ്കിംഗ് പ്രൈസ്? നമ്മൾ ചോദിക്കുന്നത് 6,65.
6,65. അതിൻ്റെ അതൊരു 5 ലക്ഷം രൂപ അടുത്തടുപ്പിച്ച് ലോണും ചെയ്യും. അപ്പോൾ ഒരു 1.5 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങിപ്പോ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എത്രാമത്തെ ഓർഡർ ഇത്? സെക്കൻഡ് ഓർഡർ വണ്ടി അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി മാരുതി സിയാസ് ഡീസൽ. ഹൈബ്രിഡ് ഡീസൽ, മറ്റേ നീല കളറല്ലേ മാരുതിയുടെ? നെക്സാന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, ഇതെന്താ സംഭവം? അല്ല, അത് പുള്ളിക്കാരൻ നെക്സായിലോട്ട് കൺവേർട്ട് ചെയ്തത് മാരുതി 2018 ടാറ്റ നെക്സ. കണ്ടു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വരും. വേരിയന്റ് ഇത് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ്. അപ്പം ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 രണ്ടാം മാസം വണ്ടിയാണ്. 18 രണ്ടാം മാസം സിംഗിൾ ഓണർ വണ്ടിയാണ്. മാനുവലാണ് വണ്ടി. പിന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. 60 കിലോമീറ്റർ 68,000 ഓടിയിട്ടുണ്ട്. ഇതാകുമ്പോൾ മൈലേജ് കിട്ടും. ഹൈബ്രിഡ് ഡീസൽ ആയതുകൊണ്ട് 10-18 കിട്ടുമായിരിക്കും അല്ലേ? ഹൈബ്രിഡ് വണ്ടിയാണ്. പിന്നെ നമുക്ക് സീറ്റൊക്കെ നോക്കുമ്പോൾ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മാരുതി സിയാസിൻ്റെ ഒരു ടോപ്പ് എൻഡിലോട്ട് ഈ വാഹനം നിൽപ്പുണ്ട്. അലോയ് വീല് കാര്യങ്ങൾ നല്ല നീറ്റ് അലോയ് വീലാണ്. നല്ല രസമുണ്ട് കാണാൻ. അതെല്ലാം പുത്തൻ ടയറും. ടയർ ഏതെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് പറയുന്നതായിരിക്കും. ബ്രാൻഡ് ന്യൂ ടയറാണ്. ഹൈബ്രിഡ് വണ്ടിയാണ്. മറ്റേ ചെയിനിൻ്റെ കോട്ടയം വണ്ടി തന്നെയാണ്, അതുകൊണ്ട് വിശേഷിച്ചെടുക്കാം. മറ്റേ എയർ ഫിൽറ്റർ എല്ലാം മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം മാറ്റി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് ഉണ്ട് അല്ലേ? മൈലേജ് ഉള്ള വണ്ടിയാണ്. നല്ല മൈലേജ് ഉള്ള വണ്ടി. എത്ര രൂപ ഇതിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 8 രൂപ ചോദിക്കും. 8 രൂപ. ഇതിൻ്റെ ഓൺ റോഡ് വില എത്ര ആയിരുന്നു അന്ന് വരുമ്പോൾ? ഇപ്പോൾ ഇല്ല, ഡീസൽ വണ്ടി ഇല്ലല്ലോ മാരുതിക്ക്. ഇപ്പം ഡീസൽ വണ്ടി കാരണം ഇപ്പം മാരുതിയിൽ ഉള്ളതിൽ ഡീസൽ വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വിലയ്ക്ക് തന്നെ പോകുന്നുണ്ട്. ലോ കിലോമീറ്റർ വണ്ടികൾ. മാരുതി സുസുക്കിയാണ്, നല്ല സർവീസാണ് അല്ലേ? അപ്പം ഇതെടുക്കാൻ വരുന്നവർക്ക് മുതൽ വന്നിട്ട് ലോ കിലോമീറ്റർ. ലോൺ എത്ര വരെ കയറും ഇതിന്? ലോൺ മേടിക്കാം 5 രൂപ മേടിക്കാം. 5 രൂപ മേടിക്കാം. 5 രൂപ മോളി മേടിക്കാം. 5 രൂപ മേടിക്കാം. ഓക്കെ, അപ്പോൾ ഒരു 2 രൂപ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മേടിക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോയുമായിട്ട് സഹകരിച്ച ഷാജേട്ടന് വളരെയധികം താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സഹകരണമാണ് ഏറ്റവും വലുത്. പിന്നല്ല, കസ്റ്റമർ വന്ന് നമ്മൾ നോക്കാം, ഏത് വണ്ടി വന്നാലും നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കും. ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി പരിക്കുള്ള വണ്ടി. എത്ര വർഷം ഇത് എൻ്റെ മോനെ 30 വർഷമായി. 30 വർഷമായിട്ടുള്ള കടയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് പോരാ. ഇവിടെ എഞ്ചിൻ ഗ്യാരണ്ടി കാര്യങ്ങൾ അങ്ങനെ കൊടുക്കാൻ ഒക്കത്തില്ല. നമുക്ക് വണ്ടിക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇതിനകത്ത് ഈ എഞ്ചിൻ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രഹസനം എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ജെന്യൂൻ കിലോ വണ്ടിക്കാകുമ്പോൾ എങ്ങനെയാണല്ലോ പരിപാടികൾ വരും, പണി വരും. അത് നമ്മൾ സ്വാഭാവികം. അത് നമുക്കൊന്നും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ വണ്ടി തട്ടുമുട്ടുണ്ടോ എന്ന് നോക്കുക, റീപ്ലേസ് ഉണ്ടോ എന്ന് നോക്കുക, അത് കഴിഞ്ഞാൽ ബ്ലഡ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. അല്ലാതെ കിലോമീറ്റർ ആണ്. അല്ലാതെ നമ്മൾ എഞ്ചിൻ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ പറയാവുന്നതേ ഉള്ളൂ. അതൊന്നും പ്രായോഗികമാകില്ല. അതാണ് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പം നമ്മുടെ കറക്റ്റ് ലൊക്കേഷനും കൂടെ ഒന്ന് പറഞ്ഞിട്ട്. ഇത് പാമ്പാടി തന്നെ, കോട്ടയം കുമളി റോഡിൽ പാമ്പാടി. ഇത് ആലാമ്പള്ളിയിലെ ഷോപ്പാണ്. വട്ടമലപ്പടിയിൽ മറ്റേ ഷോപ്പുണ്ട്. അവിടെ 2 ഷോപ്പുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികൾ. കിലോമീറ്റർ പറഞ്ഞാൽ 300 കിലോമീറ്ററിന്റെ ഒക്കെ വണ്ടി വേണമെങ്കിൽ ഇവിടെ വന്നാൽ. തീർച്ചയായിട്ടും. ഓക്കെ, ശരി, എന്നാൽ താങ്ക് യു സോ മച്ച്.